Students, the area related to circle and the chapter case study based question and question. Jawaharlal Nehru Stadium is conducting the annual sports competition. So the curator of the stadium is asked to figuring out the dimension for carving out some areas allotted for a hockey court and a shooting range as shown in the figure. The shapes of the hockey court and shooting range are square and triangle respectively. Both of the courts have a common edge that touches the center of stadium. The construction of the shooting range is such that the angle to center is 90 degree. The radius of the stadium is 180 meters. On the basis of the above information, answer any four of the following questions. അപ്പോൾ question എന്താണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ഏരിയ അലോട്ട് ടു ഷൂട്ടിംഗ് റേഞ്ച്. അതായത് ഷൂട്ടിംഗ് റേഞ്ചിന് അലോട്ട് ചെയ്തിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ട്രയാങ്കിൾ ഷേപ്പാണ്. ട്രയാങ്കിൾ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. സെൻറ്ററിൽ 90 ഡിഗ്രി ആയതുകൊണ്ട് AOB എന്ന് പറയുന്നത് ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ AOB എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ഹാഫ് ഹൈറ്റ് ഇൻറ്റു, അതായത് ബേസ് ഇൻറ്റു ഹൈറ്റ്, OA ഇൻറ്റു OB. OAയും OB എന്താണ് അവിടെ? റേഡിയസ് ആണ്. അപ്പോൾ ഈ സർക്കിളിൻ്റെ റേഡിയസ്, അത് ക്വസ്റ്റ്യനിൽ കുറച്ച് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അതായത് 180 മീറ്റർ അല്ല, റേഡിയസ് എന്ന് പറയുന്നത് 200 ആണ്. അപ്പോൾ അത് രണ്ടും OAയും OBയും 200 ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു 200 ഇൻറ്റു 200 മീറ്റർ ആയതുകൊണ്ട് അങ്ങനെ എടുക്കുക. അപ്പോൾ 100. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 20,000. അപ്പോൾ 20,000 മീറ്റർ സ്ക്വയർ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ഏരിയ അലോട്ടഡ് ടു ഹോക്കി കോർട്ട്. ഹോക്കി കോർട്ടിന് വേണ്ടിയിട്ട് അലോട്ട് ചെയ്തിട്ടുള്ള ഏരിയ. ഹോക്കി അവിടെ സ്ക്വയറിൻ്റെ ഷേപ്പിലാണുള്ളത്. സ്ക്വയറിൻ്റെ ഷേപ്പിലാവുമ്പോൾ അവിടെ, അതായത് സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് സൈഡ് ഇൻറ്റു സൈഡാണ്. പക്ഷെ നമുക്ക് ഈ ഡിസ്റ്റൻസ് അറിയാം എത്രയാണ്. ഇത് സ്ക്വയറിൻ്റെ ഡയഗണലാണ്. ഡയഗണൽ എന്ന് പറയുന്നത് ഡയഗണൽ ഈക്വൽ ടു, സ്ക്വയറിൻ്റെ ഡയഗണൽ ഏതിന് ഈക്വൽ ആണ്? ഡയമീറ്റർ, സോറി, സ്ക്വയറിൻ്റെ ഡയഗണൽ എന്ന് പറയുന്നത് റേഡിയസിന് ഈക്വൽ ആണ്. അപ്പോൾ സ്ക്വയറിൻ്റെ ഡയഗണൽ റേഡിയസിന് ഈക്വൽ ആണെങ്കിൽ സ്ക്വയറിൻ്റെ ഡയഗണൽ എന്ന് പറയുന്നത് √2 ഇൻറ്റു സൈഡാണ്. √2A ആണ് എത്ര? 200. അപ്പോൾ A എന്ന് പറയുന്നത്, അതായത് സൈഡ് നമ്മൾ A ആയിട്ടാണ് എടുക്കുക. അപ്പോൾ √2A എന്ന് പറയുന്നത് 200 ആണെങ്കിൽ A എന്ന് പറയുന്നത് 200/√2 ആണ് വരിക. അപ്പോൾ ഇതിൽ നമുക്ക് സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് A². അപ്പോൾ A² ഈക്വൽ ടു 200/√2 ഇൻറ്റു 200/√2. അപ്പോൾ അത് 2 ആവും, 2 ക്യാൻസൽ ആവും. അതും നമുക്ക് കിട്ടുന്നത് 20,000 തന്നെ. ക്യാൻസൽ ചെയ്യുമ്പോൾ 20,000, അതായത് √2 ഇൻറ്റു √2 2 ആവും. 200 ക്യാൻസൽ ചെയ്യുമ്പോൾ 100 ആവും. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 200 മീറ്റർ സ്ക്വയർ എന്നുള്ളത് കിട്ടും. ഇനി അടുത്തത്, ഇഫ് ദ ടീം ഓഫ് ദ ക്യൂറേറ്റേഴ്സ് മാനേജിങ് ദ സ്റ്റേഡിയം likes to allot space for some more sports, how much area is available to them. അതായത് വേറെ സ്പോർട്സിന് വേണ്ടി സ്ഥലം വേണം. അപ്പോൾ ഹൗ മച്ച് ഏരിയ, അതായത് ഇവിടെ ഈ സ്റ്റേഡിയത്തിൻ്റെ ഇതിൽ ഷൂട്ടിംഗ് റേഞ്ചും ഹോക്കി കോർട്ടും പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഏരിയ ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് അവിടെ ഏരിയ ഓഫ് സർക്കിൾ, അതായത് സർക്കിളിൻ്റെ ഏരിയയിൽ നിന്ന് ഏരിയ ഓഫ് സർക്കിൾ മൈനസ് ഇതിന് രണ്ടിൻ്റെ ഏരിയയുടെ സമ്മ്, ഏരിയ ഓഫ് ഷൂട്ടിംഗ് റേഞ്ച് പ്ലസ് ഏരിയ ഓഫ് ഹോക്കി കോർട്ട്. അതിൻ്റെ രണ്ടിൻ്റെ ഏരിയ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞ് അത് രണ്ടും പ്ലസ് ചെയ്തിട്ട് ഏരിയ സർക്കിളിൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. ഏരിയ സർക്കിൾ എന്ന് പറയുന്നത് πr² ആണ്. π ഇൻറ്റു r എന്ന് പറയുന്നത് 200 ഇൻറ്റു 200 മൈനസ് ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ, അതായത് 20,000 ആണ് രണ്ടിൻ്റെയും ഏരിയ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 40,000. അപ്പോൾ ഇതിൽ നിന്ന് 40,000 മൈനസ് ചെയ്യണം. അപ്പോൾ ഇവിടെ രണ്ടിലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെയും ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ എന്താണ് നമുക്ക് കിട്ടുക? 40,000 π മൈനസ് 40,000. അപ്പോൾ ഇതിൽ രണ്ടിലും നമുക്ക് എന്ത് ചെയ്യുക?
40,000 കോമൺ ആയിട്ട് എടുക്കുക. 40,000 കോമൺ ആയിട്ട് എടുക്കുക. നമ്മുടെ കാൽക്കുലേഷൻ കുറച്ചും കൂടി എളുപ്പം. പൈ മൈനസ് 1. പൈയുടെ വാല്യൂ എന്താണ്? 3.14. അപ്പോൾ 40,000 ഇൻറ്റു 3.14 മൈനസ് 1. അപ്പോൾ 2.14 ആവും. അപ്പോൾ 40,000 ഇൻറ്റു 2.14. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ 16, 1, 5, 8. അപ്പോൾ 2 പ്ലേസ് കഴിഞ്ഞിട്ട് പോയിന്റ്. അപ്പോൾ 8, 5, 6. ഇവിടെ 4 0 ഉണ്ട്. അപ്പോൾ 2 0 വരുള്ളൂ. 2 പോയിന്റ് പോകുമ്പോൾ 0 പോകും. അപ്പോൾ 85600 മീറ്റർ സ്ക്വയർ ആണ് അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. The boundaries of the hockey court and shooting range are to be fenced, then what is the required length of fence? അതായത് ഹോക്കി കോർട്ടും ഷൂട്ടിംഗ് റേഞ്ചും ഫെൻസ് ചെയ്യണം. അപ്പോൾ ഫെൻസ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ബൗണ്ടറി എന്താണെന്നുള്ളത് അറിയണം. അതായത് പെരിമീറ്റർ അറിയണം. രണ്ടിൻ്റെയും പെരിമീറ്റർ ട്രയാങ്കിൾ പെരിമീറ്റർ ഓഫ് AOB പ്ലസ് പെരിമീറ്റർ ഓഫ് സ്ക്വയർ. രണ്ടിൻ്റെ ഹോക്കി കോർട്ട് സ്ക്വയർ ഷേപ്പിലാണുള്ളത്, അതുപോലെ ഷൂട്ടിംഗ് റേഞ്ച് ട്രയാങ്കിൾ ഷേപ്പിലാണുള്ളത്. രണ്ടിൻ്റെയും പെരിമീറ്റർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് ബൗണ്ടറി വേണ്ടതെന്നുള്ളത് കിട്ടും. അതിനുവേണ്ടി ഇവിടെ OA OB നമുക്കറിയാം, AB അറിയില്ല. AB എന്ന് പറയുന്നത് ഇവിടെ 90 ഡിഗ്രി ആണെങ്കിൽ AB എന്ന് പറയുന്നത് ഹൈപ്പോട്ടിന്യൂസ് സൈഡാണ്. അപ്പോൾ AB ഈക്വൽ ടു റൂട്ട് ഓഫ് OA സ്ക്വയർ, അതായത് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ. ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ ആണ്. അപ്പോൾ അത് സ്ക്വയർ പോകുമ്പോൾ AB എന്ന് പറയുന്നത് റൂട്ട് ഓഫ് OA സ്ക്വയർ പ്ലസ് OB സ്ക്വയർ. OA എന്ന് പറയുന്നത് എത്രയാണ്? 20. അതായത് ഈക്വൽ ടു 200 സ്ക്വയർ പ്ലസ് 200 സ്ക്വയർ. ഇപ്പോൾ 200 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക? 200 റൂട്ട് 2 എന്ന് കിട്ടും. അതിന് നമ്മൾ സ്ക്വയർ ചെയ്തിട്ട് അതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 200 രണ്ടിലും കോമൺ ആയിട്ടുണ്ട്. അതായത് ഇതിനെ നമുക്ക് 200 സ്ക്വയർ 1 പ്ലസ് 1. അപ്പോൾ 200 റൂട്ടിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ 200, ഇങ്ങനെ 200 റൂട്ട് 2 എന്ന് കിട്ടും. 200 റൂട്ട് 2 ആണ് AB എന്ന് പറയുന്നത്. അപ്പോൾ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ AOB എന്ന് പറയുന്നത് OA പ്ലസ് OB പ്ലസ് AB ആണ്. അവിടെ നമുക്ക് OA എന്ന് പറയുന്നത് 200 പ്ലസ് 200 പ്ലസ് AB എന്ന് പറയുന്നത് 200 റൂട്ട് 2. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 400 പ്ലസ് 200 റൂട്ട് 2 എന്നാണ് പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ AOB കിട്ടിയിട്ടുള്ളത്. ഇനി പെരിമീറ്റർ ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത് ഈക്വൽ ടു, നമ്മൾ നേരത്തെ സൈഡ് കണ്ടുപിടിച്ചു. സൈഡ് എത്രയാണ്? ഈക്വൽ ടു സൈഡ് ഈക്വൽ ടു എത്ര കിട്ടി? പെരിമീറ്റർ ഓഫ് സ്ക്വയർ ആണ് നമുക്ക് കാണേണ്ടത്. സൈഡ് എന്ന് പറയുന്നത് 200 ബൈ റൂട്ട് 2 ആണ് കിട്ടിയിട്ടുള്ളത്. അതിനെ റാഷണലൈസ് ചെയ്യുക, റൂട്ട് 2 ബൈ റൂട്ട് 2. അപ്പോൾ എന്താണ്? അതായത് ഇത് 200 റൂട്ട് 2 ആണ് സൈഡ്. നമുക്ക് പെരിമീറ്റർ ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത് 4 ഇൻറ്റു സൈഡാണ്. 4 ഇൻറ്റു സൈഡ്, അതായത് 4 ഇൻറ്റു 100 റൂട്ട് 2, 400 റൂട്ട് 2. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് ആഡ് ചെയ്യുമ്പോൾ, അതായത് ഇവിടെ 400 പ്ലസ് 200 റൂട്ട് 2, ഇവിടെ ഒരു 400 റൂട്ട് 2. അപ്പോൾ പെരിമീറ്റർ, അതായത് ബൗണ്ടറി ഫെൻസ് ചെയ്യാൻ വേണ്ടത് എന്ന് പറഞ്ഞാൽ ബൗണ്ടറി എത്രയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്? ഈക്വൽ ടു 400 പ്ലസ് 200 റൂട്ട് 2 പ്ലസ് 400 റൂട്ട് 2. അപ്പോൾ ഇത് 400 പ്ലസ് 600 റൂട്ട് 2 ആണ് വരുന്നത്. 400 പ്ലസ് 600 റൂട്ട് 2 എന്ന് പറയുമ്പോൾ ഇതിൽ നമുക്ക് 200 കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ 200 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ 200 വരും, പ്ലസ് അതായത് ഇവിടെ 2 വരും. കാരണം 200 നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്ത് 200 ഇൻറ്റു 2 ആണ് 400. ഇവിടെ നമുക്ക് 3 വരും, 3 റൂട്ട് 2. അപ്പോൾ ഇതാണ് ആൻസർ. 200 ഇൻറ്റു 2 പ്ലസ് 3 റൂട്ട് 2. അതായത് രണ്ടിൻ്റെയും പെരിമീറ്റർ കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്താൽ മതി. പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ AOB എന്ന് പറയുന്നത് ആ 3 സൈഡും ആഡ് ചെയ്യുക. OAയും OBയും നമുക്ക് അറിയാം.
അത് 200 ആണ്. AB കാണുക, ഹൈപ്പോട്ടന്യൂസ് സൈഡ് കണ്ടുപിടിച്ച് 200√2 എന്ന് കിട്ടി. അപ്പൊ അതിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 400 + 200√2 ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി സ്ക്വയറിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 4 × സൈഡ് ആണ്. സൈഡ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ്, എന്താണ് 200/√2 ആണ്. അപ്പൊ അതിനെ റാഷണലൈസ് ചെയ്യുക, × √2 / √2. അപ്പൊ 100√2 എന്ന് കിട്ടും. 4 × 100√2 എന്ന് പറഞ്ഞാൽ 400√2. ഇത് രണ്ടും കൂടി നമ്മൾ ആഡ് ചെയ്യുക ചെയ്യുന്നത്. 400 + 200√2 + 400√2 എന്ന് പറയുമ്പോൾ 400 + 600√2. അതിൽ 200 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ 2 + 3√2 എന്ന് കിട്ടും. അതാണ് അതിൻ്റെ ആൻസർ. ഇനി അടുത്തത്, if the cost of fencing is ₹6 per meter, what is the total cost of fencing? അപ്പോൾ നമുക്ക് പെരിമീറ്റർ കിട്ടിയിട്ടുള്ളത് 200 × 2 + 3√2 ആണ്. അപ്പോൾ കോസ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ടു 200 × 2 + 3√2 × 6. അപ്പോൾ 6 × 200 എന്ന് പറഞ്ഞാൽ 1200. അപ്പോൾ ഇത്രയും റുപ്പീസ്. 1200 × 2 + 3√2. അപ്പോൾ 1200 × 2 + 3√2 എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക.